നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി ആന്റി, സോറി അങ്കിൾ. അയ്യോ സോറി ആന്റി. ആന്റിയുടെ തീരുമാനങ്ങളൊക്കെ അവ മുമ്പേ അറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? മമ്മേ, ഓക്കെ മാമേ, ഇതാരാ പുതിയ രണ്ടാവതാരങ്ങള്? സൂര്യ, ബിഹേവ് യുവർസെൽഫ്. ഓ, അതെ, എത്ര വലിയ മനുഷ്യനാണെന്നറിയോ? ഓ, ഐ ആം സോറി. എനിക്ക് ഒരുപാട് വലുപ്പമുള്ള മനുഷ്യനെ കണ്ട് പരിചയമില്ല. എന്താ രണ്ടുപേരും വരവിന്റെ ഉദ്ദേശം? ഗസ്റ്റാ? ഹായ് മാൻ, ഹു ഈസ് ദിസ് ഗേൾ? നിങ്ങളുടെ മോളാ? ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. സൂര്യ, ഓക്കെ ഓക്കെ, യു ക്യാരി ഓൺ, ക്യാരി ഓൺ. ആ ശരിയാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. വാ, കമോ. ആ, 1 minute. അല്ലയോ വലിയ മനുഷ്യ, സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോവാളൂ കേട്ടാ. എനിക്ക് അല്പം തിരക്കുണ്ട്. എന്റെ ഈ സുന്ദരി കൊച്ചുങ്ങൾക്കും. സോറി ആന്റി, പത്മ, ഇതാ നിങ്ങൾ പറഞ്ഞ നല്ല പയ്യനല്ലേ? അപ്പൊ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നെ വിളിച്ചത്, എന്റെ മിത്രമാണ്. എന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടായി നന്നായി, ഇല്ലെങ്കിൽ എന്റെ മകൾ ചതിയിൽ പെടുമായിരുന്നു. മതി, ഞങ്ങൾ ഇവിടെ വന്നത് തെറ്റായി പോയി. ഇറങ്ങാം. ഇറങ്ങാം. തെറ്റായ ലഡുവൊക്കെ ഇരിക്കുന്നു. ആന്റി, കല്യാണം ഉറപ്പിച്ചില്ലേ ഇതുവരെ? ഹലോ, അപ്പൊ പോലെ ഗുഡ് ബൈ. സൂര്യ, പോ പോ പോ, നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി ഒരു നിമിഷം പോലും രണ്ടുപേരും ഇവിടെ നിൽക്കാൻ പാടില്ല. പോ 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 പോ, ഗെറ്റ് ലോസ്റ്റ്. Hey, darling, don't go. Don't leave me alone. Please, Serena. See my mommy. അളകാപുരിയിലെ മഹാറാണി, ആരും എതിര് പറയാത്ത മഹാറാണി. സൂര്യ, അതെ, മക്കൾക്ക് ചില സ്വകാര്യതകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ബുദ്ധിയുള്ള ഒരു അമ്മയുടെ ഡ്യൂട്ടിയാ, കേട്ടാ? സോ മമ്മിക്ക് പോവാം. സെല്ലും അമ്മേ. എല്ലാം കഴിഞ്ഞിട്ടേ നീ താഴേക്ക് വരും. അപ്പൊ കാണാം നമുക്ക്. കാണാം. Now you can go. എന്റെ മമ്മിയുടെ മനസ്സ് നിറഞ്ഞു. എന്റെ മനസ്സ്, മമ്മിയുടെ മനസ്സ് പക കൊണ്ട് പൊട്ടിത്തെറിക്കട്ടെ. അതെ, അത് ആലോചിച്ചാൽ മാത്രം മതി എനിക്ക് ശാന്തമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ. ആ, അതെ, നിർത്ത്. സൂര്യയെ കുടിപ്പിച്ച് കിടത്താൻ ആന്റി എന്നോട് പറഞ്ഞു. പക്ഷേ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾ പറഞ്ഞു. എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മിണ്ടാതിരിക്കുന്നുണ്ടോ? മമ്മി എങ്ങനെ കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ. അത് ശരി, ഇപ്പൊ നിങ്ങൾ കാല് മാറിയോ? ഒരു കാര്യം ഞാൻ പറയാം. ആന്റി എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഉള്ള വാസ്തവം ഞാനങ്ങ് പറയും. മിണ്ടി പോരുത്, കൊല്ലിഞ്ഞ്.
എന്നെ നീ കൊല്ല്, അല്ലെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കില്ലല്ലോ. എന്നെ ജീവനോടെ കൊല്ലുകയല്ലേ? ഒഴിച്ചോ, ഒഴിക്കടി. ഒരു സോപ്പ് കൂടെ കൊണ്ടുവന്ന് തേക്കി. കുമ്പിയടിക്കാൻ മതി. അല്ല, ഈ ശരിക്കും വന്ന ആൾക്കാര് തിരിച്ചു പോയോ, അതോ എനിക്കിന് വേറെ ഡ്യൂട്ടി ഉണ്ടോ? സോറി ആന്റി. എത്ര നാളായടാ ഈ ശീലം തുടങ്ങിട്ട്? അയ്യോ ആന്റി, എനിക്കിങ്ങനെ ഒരു ശീലമില്ല. എന്റെ ജ്യൂസിൽ സൂര്യ മദ്യം കലർത്തിയതാ, ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചു പോയതാ. ആന്റി എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കൂലേ? എല്ലാരും കൂടി ഇല്ലാതാക്കി കളഞ്ഞതേ എത്ര വലിയ ബന്ധമാണെന്ന് നിനക്കറിയോ? നിനക്കൊന്നും അതിന്റെ വില മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അയ്യോ, ഞാൻ ആന്റിയോട് സത്യം പറഞ്ഞില്ലേ? അച്ഛനും മോനും തൃപ്തിയായല്ലോ. ഞാനത് തുടക്കത്തിലേ പറഞ്ഞതല്ലേ, മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എത്ര നാളത് പറ്റുമായിരുന്നു. ഇങ്ങനെ ഒരു ബന്ധം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നോ നിങ്ങളുടെ മകന്? ഇങ്ങനെ തന്നെ തുടരാനാണ് അവന്റെ തീരുമാനമെങ്കിൽ മൂത്ത് നരച്ചാലും കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധവും അവനെ തേടി വരാൻ പോണില്ല. അവന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ തേടിയിരുന്നെങ്കിൽ എന്നെ അവന്റെ വിവാഹം നടന്നേനെ. പക്ഷേ താൻ അതിനല്ലല്ലോ ശ്രമിച്ചത്. തന്റെ അന്തസ്സിനനുസരിച്ചുള്ള ഒരു പെണ്ണിനെ കിട്ടാനായിരുന്നില്ലേ തന്റെ ശ്രമം? ഒരു തരത്തിൽ തന്റെ വാശി തന്നെയല്ലേ അവന്റെ നാശത്തിന് കാരണം. അതെ, തെരുവിലുള്ളവർക്ക് അന്നം വിളമ്പാൻ ഞാൻ പോയിട്ടുണ്ട്. അത് സമൂഹത്തിന് മുമ്പിൽ ഒരു അന്തസ്സ. പക്ഷേ ഒരു തെരുവ് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മരുമകളാക്കാനുള്ള വിഡ്ഢിത്വമൊന്നും പത്മയ്ക്കില്ല. പത്മേ? അതെ, എന്റെ കുടുംബത്തിന് ഞാൻ വരച്ചുണ്ടാക്കിയ ഒരു ചട്ടക്കൂടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാൾ പോകുന്നത് ഞാൻ സഹിക്കില്ല.